വെട്ടോട്ടി എടുത്തുകൊണ്ട് വന്ന അമ്മയുടെ കഴുത്തിന് ഇവിടെ നിന്ന് ഇങ്ങനെ അറുത്ത് ഇങ്ങനെ വെട്ടിയിട്ടേ ഇങ്ങനെ പുതപ്പ് മുടിച്ച് കടത്തിരിക്കില്ലേ. മൊബൈൽ എടുത്ത് നോക്കിയപ്പോ ബ്ലഡ് പോലെ ഞാൻ വിചാരിച്ചത് കൂടെക്സ് വന്ന് വീണ് ആ മൊബൈലിനെ എറിഞ്ഞ് പൊട്ടിച്ചു. ഷോക്കായി. പിള്ളേരിപ്പോ തളർന്നിടന്ന് ഈ കിടക്കുന്ന ഉറങ്ങുന്നതാണത്. ബന്ധമുണ്ടെന്ന് പറഞ്ഞുള്ള സംശയമാണ് ഇത്രയും മൂക്കാൻ കാരണം. അവന് മദ്യം വേറെ ഒന്നും വേണ്ട, അവന് മദ്യവും കഞ്ചാവിന്റെ ഇതാണ്. സുനിൽ മക്കളെ കുളിപ്പിച്ചൊരുക്കി സ്കൂളിലേക്ക് കൊണ്ടുപോകാനുള്ള തയ്യാറെടുപ്പിലാണ്. 4ലും 2ലും പഠിക്കുന്ന കുട്ടികൾക്ക് അതിശയം. സാധാരണ അമ്മ ചെയ്യുന്ന കാര്യങ്ങൾ ഇന്ന് അച്ഛൻ ചെയ്യുന്നു. അപ്പോൾ അമ്മയ്ക്ക് എന്തു പറ്റി? അച്ഛൻ അതിനും മറുപടി കൊടുത്തു. ഇപ്പോൾ അമ്മയെ ശല്യപ്പെടുത്തണ്ട, അമ്മയ്ക്ക് നല്ല പനിയാ, പുതച്ചു മൂടി കിടക്കുക അവള്. പക്ഷേ ആ പുതപ്പിനുള്ളിൽ തങ്ങളുടെ പ്രിയപ്പെട്ട അമ്മ ബിൻസിയുടെ മൃതദേഹമാണെന്ന് ആ കുഞ്ഞുങ്ങൾ അറിഞ്ഞില്ല. തലേന്ന് രാത്രി തന്നെ സുനിൽ ഭാര്യയെ വകവരുത്തി. പിന്നെ ആ വീട്ടിൽ കിടന്നുറങ്ങി. ഒന്നും അറിയാത്തവനെ പോലെ കുട്ടികളുടെ മുന്നിലും നാട്ടുകാരുടെ മുന്നിലും അഭിനയിച്ച് തകർത്തു. എന്തായിരിക്കും അവന്റെ മനസ്സിലെ ഭാര്യയോടുള്ള ആ പക? കുഞ്ഞുങ്ങളെപ്പോലും ഓർക്കാതെ അവൻ എന്തിനത് ചെയ്തു? ബിൻസി എന്ത് തെറ്റാണ് ഭർത്താവിനോട് ചെയ്തത്? അമ്മ മരിച്ചുപോയില്ല, കുറച്ചേർന്നിട്ട് വിഷമമുണ്ടോ മോന്? അമ്മയെ കാണണ്ടേ? എന്ത് മോനെ സംഭവിച്ച? എന്തായിരുന്നു അന്ന്? അമ്മ അച്ഛനും വഴക്കുണ്ടാവുമെന്ന് ഉണ്ടായിരിക്കും. പക്ഷെ ഞാനാണെങ്കിൽ ഞാനും അമ്മയും കൂടെ ഞാൻ പഠിക്കാൻ വേണ്ടിട്ട് കണക്ക് കഴിച്ചിട്ടുണ്ട്. ഞാൻ മൈനസ് പഠിച്ചോണ്ട് സമയത്ത് ഞാൻ അച്ഛൻ്റെ അടുത്തിരുന്നപ്പോ മൊബൈൽ ഇതിപ്പോ ഇവിടെ നിന്ന് മൊബൈൽ ഇങ്ങനെ വന്ന് വീഴണം. അപ്പൊ ഞാൻ മൊബൈൽ ഇങ്ങനെ എടുത്തതോ അച്ഛൻ പറഞ്ഞ എന്തിനു മൊബൈൽ എടുത്തെന്നും പറഞ്ഞ് അച്ഛനാണെങ്കിൽ അമ്മയാണെങ്കിൽ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞ് എന്തിനും എൻ്റെ പിള്ളേ അടിക്കാൻ കൈ ഓങ്ങണെന്നൊക്കെ പറഞ്ഞ് എന്തിനും എൻ്റെ പിള്ളേ അടിക്കാൻ കൈ ഓങ്ങണെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ വീട്ടിൽ ഭയങ്കര ബേളം ഉണ്ടാക്കി രാത്രി 12 മണിക്ക് നമ്മൾ കിടന്ന് ഉറങ്ങിയപ്പോഴും ഞാനും അമ്മയും എൻ്റെ അനിയനും കൂടെ തറയിൽ കിടന്ന് അച്ഛൻ പതിയെ പമ്മി എന്നെയും സിദ്ധാർത്ഥനെയും കട്ടിലിൽ കടത്തി വെട്ടോട്ടി എടുത്തുകൊണ്ട് വന്ന അമ്മയുടെ കഴുത്തിന് ഇവിടെ നിന്ന് ഇങ്ങനെ അറുത്ത്. കണ്ടില്ല, ഒരു ആൾ എൻ്റെ അടുത്ത് പറഞ്ഞു. ഞാൻ രാവിലെ നോക്കിയപ്പോ ആ മൊബൈൽ എടുത്ത് നോക്കിയപ്പോ ബ്ലഡ് പോലെ ഞാൻ വിചാരിച്ചത് കൂടെക്സ് വന്ന് വീണ് കാണോ. പക്ഷെ ഞാൻ ഇതുവരെയ്ക്കും ഞാൻ തുടച്ചില്ല. എന്തിനാ അമ്മയും അച്ഛനും വഴക്കുണ്ടാവുന്നത്? മൊബൈലിനെ ചൊല്ലിയോ? മൊബൈലിന് വേണ്ടിയാണ് ചൊല്ലണത്. മൊബൈലിന് വേണ്ടിയാണ് ഇവർ വഴക്കുണ്ടാക്കുന്നത്. മൊബൈലിന് വേണ്ടിയോ? ആരുടെ മൊബൈലിന് വേണ്ടി? അമ്മ 2 മൊബൈൽ വാങ്ങിച്ചു. 2 മൊബൈൽ മേടിച്ചോ? ഒന്ന് എവനും നമുക്ക് കളിക്കാൻ വേണ്ടിട്ട് ഒരു മൊബൈൽ വാങ്ങിച്ചു. ആ മൊബൈലിനെ എറിഞ്ഞ് പൊട്ടിച്ചു. അച്ഛൻ ജോലിക്ക് പോകത്തില്ല. അത് എവിടെന്നെങ്കിലും പൈസ കിട്ടണം, എന്നാലേ അച്ഛന് ജോലിക്ക് പോകും. അമ്മ വേണം ജോലിക്ക് പോയിട്ട് അധ്വാനിച്ചു കൊടുക്കുക അല്ലേ? അന്നേരം അമ്മയ്ക്ക് എന്തോ പറ്റി? അമ്മ എന്ത് ചോദിച്ചു? മോനോട് അച്ഛൻ എന്തോ പറഞ്ഞേ? അമ്മ വയ്യാതെ കിടക്കയില്ലേ, നമുക്കൊന്ന് കടവരെ പോയിട്ട് വരാന്ന് കള്ളത്തിനും പറഞ്ഞു എൻ്റെ അടുത്ത്. ഞാൻ പക്ഷെ അച്ഛൻ ഇങ്ങനെ വെട്ടിയിട്ടേ ഇങ്ങനെ പുതപ്പ് മുടിച്ച് കടത്തിരിക്കില്ലേ. അപ്പൊ അച്ഛൻ അങ്ങനെ പറഞ്ഞ കാണുമെന്നാണ് എൻ്റെ. അമ്മയെ വിളിക്കാനൊന്നും ശ്രമിച്ചില്ലയോ? അച്ഛൻ പറഞ്ഞ അമ്മയ്ക്ക് പനിയല്ലേ, തുടരണ്ടെന്നും പറഞ്ഞല്ലേ? അമ്മയെ വിളിക്കണ്ട. കരച്ചിലാന്നോ? അമ്മയുടെ ബോഡി കൊണ്ടുവന്നപ്പോ നല്ല കരച്ചില്ലേ. അമ്മയാണ്, ബിൻസിയുടെ അമ്മയാണ്. ഈ വീട്ടിലാണ് താമസിക്കുന്നത്? അതെ. ഈ ടാർപ്പ വെച്ച് മേഞ്ഞ വീട്ടിൽ? അതെ. വേറെ വീടൊന്നുമില്ല? വേറെ വീടൊന്നുമില്ല. എനിക്ക് വീട് വസ്തുക്കളൊന്നുമില്ല. പിന്നെ ബിൻസി ഭർത്താവ് വെട്ടി കൊലപ്പെടുത്തി. ഇപ്പൊ കൊച്ചുതാ തളർന്നതാ ഇങ്ങനെ ഉറങ്ങുന്നു. പിള്ളേര് തളർന്നു കിടന്ന് ഉറങ്ങുന്നു. ഇതാണ് ബിൻസിയുടെ മക്കള്? അതെ, ഇതാണ്. എത്ര വയസ്സുണ്ട്? 10 വയസ്സും 7 വയസ്സും. കുഞ്ഞുങ്ങൾ അതിനുശേഷം ഭയങ്കര ഷോക്കിലായിപ്പോ അല്ലേ? അതെ ഷോക്കായി. പിള്ളേരിപ്പോ തളർന്നിടന്ന് ഈ കിടക്കുന്ന ഉറങ്ങുന്നതാണത്. അപ്പൊ അതിനുശേഷം ഈ അമ്മ പോയതിനു ശേഷം പിള്ളേരാകപ്പെടെ തകർന്നിരിക്കുകയായിരുന്നു. പിള്ളേരൊന്നും അറിയിച്ചില്ലായിരുന്നു ആ സമയത്തൊന്നും? ഇല്ല, അറിയിച്ചില്ല. പിള്ളേരൊന്നും അറിയിച്ചില്ല. പിള്ളേരുടെ അറിയിക്കണ്ടെന്ന് അവൻ ഒന്നും പറയണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അന്നേരം ഈ പിള്ളേരൊക്കെ അച്ഛൻ തന്നെയല്ലേ സ്കൂളിൽ കൊണ്ട് വിടുന്നേ? അച്ഛൻ അന്നത്തെ ദിവസം സ്കൂളിൽ കൊണ്ടുവിട്ടിട്ട് പിള്ളേരുടെ പിന്നെ സ്കൂളിൽ പോയി അച്ഛന് ടീച്ചറും
പിന്നെ ഒരു പോലീസ് കൂടെയാണ് അവിടെ നേരെ നിയമ സ്റ്റേഷനിൽ കൊണ്ടുവന്നത്. അല്ല സാധാരണയായിട്ട് ഇന്ന് സ്കൂളിൽ കൊണ്ടുവരുന്നത് ബിൻസി അല്ലേ? ബിൻസിയാണ് എന്നും കൊണ്ടുവിടുന്നത്. അന്നത്തെ ബിൻസിയെ കൊന്നതിന് ശേഷം അന്നത്തെ ദിവസം അവിടെ അച്ഛനാണ് കൊണ്ടുവിടുന്നത്. അപ്പൊ അതിനുശേഷം ഈ ഭയങ്കര നാടകമായിട്ടാണ് പുള്ളി പെരുമാറിയത് അല്ലേ? അതെ അതെ. കൊച്ചുങ്ങളെ കൊണ്ട് സ്കൂളിൽ വിടുന്നത് അറിയുന്നുണ്ടോ കുട്ടികൾ? ഇല്ല, അറിയുന്നില്ല. അപ്പൊ കൊച്ച് കാപ്പി കുടിച്ചിട്ടൊക്കെ വന്നപ്പോ കൊച്ചിൻ്റെ ചോദിച്ചു, അമ്മ എന്ത് 9 മണിയായിട്ട് എണീക്കില്ല. അപ്പൊ അച്ഛൻ പറഞ്ഞു അത് കൊച്ച് അമ്മയെ വിളിക്കണ്ട, കൊച്ച് തലവേദന എടുത്ത് പനിയായിട്ട് അവൾ കിടക്കാണ്, ഇപ്പൊ വിളിക്കണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ കൊച്ചുങ്ങളെ സ്കൂളിൽ അങ്ങ് പറഞ്ഞു വിടുകയും ചെയ്തു. അല്ല ഈ ശരിക്കും പറഞ്ഞാൽ പിള്ളേർ അമ്മയുടെ ആവശ്യമുള്ള സമയമല്ലേ? അതെ. അപ്പൊ ഇന്നലെ രാത്രിയിലേക്ക് കുഞ്ഞുങ്ങൾ ഉറങ്ങിയോ സ്വസ്ഥമായിട്ട്? ഇല്ല, അങ്ങനെ ഒന്നും ഉറങ്ങിയില്ല. കൊച്ച് എപ്പോഴും അമ്മയെ ചോദിച്ചു കിടന്നു. ഏത് സമയം അമ്മ അവിടെ, എന്റെ അമ്മ എവിടെ എന്ന് ചോദിച്ചിരുന്നു. അതെ, അവളെ പൊന്നുമോളോട് നല്ല രീതിയിൽ തന്നെ കൊച്ചുങ്ങളെ വളർത്താൻ, നല്ല വിദ്യാഭ്യാസം കൊടുത്ത് വളർത്തായിരുന്ന കൊച്ചായിരുന്നു. പക്ഷെ എന്റെ മോൾ ഇങ്ങനെ പോയി. ഇനിയിപ്പോ എന്താ ഈ കൊച്ചുങ്ങളുടെ അവസ്ഥ അറിയില്ല എന്താണെന്ന് എനിക്ക്. ഞാൻ തന്നെ. പക്ഷെ എനിക്ക് വീടൊന്നുമില്ല, ഞാൻ ഇവിടെ കൊണ്ട് താമസിക്കുന്നുള്ള ഒരു ഈ ചെറ്റക്കുടിലാണ് താമസിക്കുന്നത് ഇത്രയും വലിയ കാലഘട്ടത്തിൽ അല്ലേ? അതെ അതെ. ഒത്തിരി കുഞ്ഞുങ്ങളെ നോക്കണം, ചേച്ചിക്ക് ജീവിക്കണം, സ്ഥലമൊന്നുമില്ല. സ്ഥലം എനിക്ക് വസ്തു വീട് ഒന്നുമില്ല. ഞാൻ 4-5 പ്രാവശ്യം ഞാൻ ഒരു മണ്ണും വീടും പദ്ധതിക്ക് എഴുതി കൊടുത്തു. പക്ഷെ എനിക്ക് അതിന് യാതൊന്നും കിട്ടിയിട്ടില്ല എനിക്ക്. ബിൻസി ഈ വീട്ടിലേക്ക് വരുമായിരുന്നോ? ബിൻസി മാമന്റെ വീട്ടിൽ ഇത് വരുമായിരുന്നു. അവളിവിടെ താമസിച്ചിട്ടുണ്ട്. അത് കുടുംബ വീടാണ്. കുടുംബ വീട് പൊളിച്ചു. അപ്പൊ അവനും ഏറെ ബുദ്ധിമുട്ടാണ് ഒരു വീട് വെക്കാനുള്ള. ഇത് എങ്ങനെയാണ് ഈ ഒരു കാലം നിങ്ങളുടെ കുടുംബത്തിൽ വന്ന് കയറിയത്? അതെ അതെ. ആലോചന വന്ന് നമുക്ക് അവക്ക് കണ്ടപ്പോ ഇഷ്ടപ്പെട്ടു. പക്ഷെ ഇത് നമുക്ക് അറിയില്ലായിരുന്നു. ഇതുപോലെ മദ്യവും കഞ്ചാവിന്റെ അടിമ നമുക്ക് അറിയില്ലായിരുന്നു. മൂത്ത മോനെ 7 മാസം ഗർഭിണിയായിരുന്നപ്പോൾ അന്ന് തൊട്ട് തുടങ്ങിയ വഴക്കാണ്. നമ്മൾ വിളിച്ചു പറഞ്ഞ് നമ്മൾ 4-5 പ്രാവശ്യം പോയി നമ്മൾ ചെന്ന് സംസാരിച്ചു. 4-5 പ്രാവശ്യം കൊണ്ട് അവന്റെ പേരിൽ നമ്മൾ നിയമ സ്റ്റേഷനിൽ കൊണ്ട് പരാതി കൊടുത്തിട്ടുണ്ട്. സംശയം ഇപ്പൊ ഈ ഇടയ്ക്കാണ് സംശയം. ഈ ഒരു 1.5 മാസം കൊണ്ട്. അതായത് ഇവരെ വീട്ടിന്റെ അടുത്ത് പയ്യനെന്ന് വെച്ചാൽ 3 പിള്ളേരുള്ള ഒരു വാടകയ്ക്ക് താമസിക്കുന്ന. അപ്പൊ ആ പിള്ളേര് ഈ കൊച്ചുങ്ങളുള്ളത് കൊണ്ട് ആ 3 കൊന്നത് 7-ാം ക്ലാസ്സിൽ 2-ാം ക്ലാസ്സിൽ 4-ാം ക്ലാസ്സിൽ പഠിക്കുന്ന പിള്ളേര്. അപ്പൊ ഈ പിള്ളേരുള്ളതുകൊണ്ട് ആ വീട്ടിൽ പിള്ളേര് വരുമായിരുന്നു. അപ്പൊ ആ കൊച്ചു വരുമ്പോ ആ പിള്ളേര് അവിടെ വരണമെന്നും ഇവന്റെ അച്ഛന് ഇഷ്ടമല്ല. അപ്പൊ ഈ കൊച്ചു വരും. ആ കൊച്ചിൻ്റെ അടുത്ത് ചോദിച്ചെന്ന്, ഇത് നിന്റെ അമ്മയാണോ? നീ ഒരു കാര്യം ചെയ്യും, നിന്റെ അച്ഛനെ കൊണ്ട് വിട്ടുകൊടു ഇവളെ. ആ കൊച്ചിൻ്റെ അപ്പൊ ആ കൊച്ചി എന്ന് അവന്റെ അച്ഛൻ്റെ അടുത്ത് എത്തെന്ന് പറഞ്ഞപ്പോഴ് അപ്പോൾ അവൻ പറഞ്ഞു, സുനിലെ നിങ്ങൾ എന്തിനാണ് അവളെ വെച്ച് എൻ്റെ അടുത്ത് ഇങ്ങനെ പിണങ്ങണമെന്ന് ചോദിച്ചു. അങ്ങനെ ലാസ്റ്റിലെ ഒരു ദിവസം ഇതേപോലെ ഇവർ തമ്മിൽ ഇതേപോലെ വഴക്ക് കൂടി അവൾ ഇതേപോലെ വെട്ടോത്തി എടുത്തുകൊണ്ട് മോളെ ഓട്ടിച്ച് രാത്രി ഒരു 12:30 മണിയൊക്കെ ആയപ്പോഴേ ഓടിച്ച് ഇവള് ചെന്ന് ഓടി ഒരു പാലത്തിൻ്റെ അവിടെ ചെന്ന് ഇവളെ പിടിച്ച് ചാനലിൽ പിടിച്ചങ്ങ് തള്ളിയിട്ട്, ഇത്ര വെള്ളത്തില് പിടിച്ചങ്ങ് തള്ളിയിട്ടിട്ട് ഇവളെ ഫോണും പിടിച്ച് വാങ്ങിച്ചിട്ട് ആ പയ്യനെ പോയി ചെന്ന് ഫോണിൽ കൂടെ ചീത്ത വിളിയായിരുന്നു. സംശയം. അപ്പൊ ഈ കൊച്ചുങ്ങൾ വരുന്നത് കൊണ്ടാണ് അവന്റെ ബന്ധമുണ്ടെന്നും പറഞ്ഞുള്ള സംശയമാണ് ഇത്രയും മൂക്കാൻ കാരണം. നല്ല കാണാനൊക്കെ കൊള്ളാം. അവള് നല്ല പാട്ടിനും നല്ല ഡാൻസിനും കലാപരിപാടിക്കും നാടൻ പാട്ടിനും എല്ലാം പഞ്ചായത്ത് ചെന്നപ്പോ ട്രോഫികൾ കിട്ടി. അവൾക്ക് പൊന്നാട അണിയിച്ച് എല്ലാ കാര്യത്തിനും അവള് മുൻപന്തി. അതായിരുന്നു. അത്രയില്ല. കണ്ടാ ഒരു പിന്നെ കള്ള ലക്ഷണവും പിന്നെ ഒരു കൊലയാളി അങ്ങനെയൊക്കെ ഉള്ള ഒരു ഇതൊക്കെ ഉണ്ട്. 4-5 കേസ് അവന്റെ പേരിൽ അവിടെ ഉണ്ട്. ഇതിന്റെ ഈ പ്രശ്നം വെച്ച് 4-5 കേസ്. പിന്നെ പിള്ളേരെ അടിക്കും. ഇല്ല, നമ്മൾ കണ്ടിട്ടില്ല. നമ്മൾ ആ വീട്ടിൽ അങ്ങനെ മോക്ക് എന്തെങ്കിലും ഒരു ഓണോ ക്രിസ്മസ് ഈസ്റ്റർ വരുമ്പോഴൊക്കെ ഞങ്ങൾ അവിടെ പോവുള്ളൂ മോളെ വീട്ടില്. ചെയ്യാൻ പാടില്ലായിരുന്നു. പക്ഷെ അവള് ചെയ്യുമെന്ന്. എന്നിട്ടും അവള് അവന്റെ കൂടെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഓണം വരെ കാണുള്ളൂ, എന്റെ 2 മക്കളെയും കൊണ്ട് ഞാൻ പോവേണ്. ഇതിന്റെ അകത്താണ് സ്കൂളിൽ നിന്ന് പിള്ളേരെ കൊണ്ടുവന്നത്. ഇല്ല, എന്റെ അടുത്ത് ഒന്നും അറിയിച്ചില്ല. പിള്ളേരുടെ അടുത്ത് പറഞ്ഞില്ല. അമ്മ മരിച്ചതൊന്നും പറഞ്ഞില്ല. ഈ ചെറിയ സെറ്റപ്പിൽ എങ്ങനെ പിള്ളേരെ വളർത്തും അറിയില്ല. ഈ അവസ്ഥ എങ്ങനെയാണെന്ന് എനിക്കും അറിയില്ല. നിങ്ങൾക്ക് താമസിക്കാൻ പറ്റുന്നില്ല. കുഞ്ഞുങ്ങൾക്ക് എങ്ങനെ പറ്റും? അവരെ പഠിപ്പിക്കണം, വളർത്തണം. പിന്നെ അവർക്ക് എന്തെല്ലാം കാര്യങ്ങൾ വേണം, ഡ്രസ്സുകൾ വേണം. ഇതൊക്കെ ഞാൻ ഈ എന്റെ ഒറ്റ വരുമാനത്തിൽ എന്തൊക്കെ ചെയ്യുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ചേച്ചി മാത്രമേ ഉള്ളൂ കുഞ്ഞുങ്ങൾക്ക്? അതെ, ഞാൻ മാത്രമേ ഉള്ളൂ. ഇനി അവർക്ക് വേറെ ആരും ഇല്ല. പറ്റൂ. എങ്ങനെങ്കിലും ജോലി ചെയ്ത് എനിക്ക് പിള്ളേരെ നോക്കിയാലേ പറ്റുള്ളൂ. ഇപ്പൊ മോളില്ലല്ലോ,
അവന് മദ്യം വേറെ ഒന്നും വേണ്ട, അവന് മദ്യവും കഞ്ചാവിന്റെ ഇതാണ് അവന്റെ. മദ്യപിച്ചാൽ ഇവരുടെ സംശയത്തിൽ ഇവരുടെ ചാരിത്രത്തിൽ സംശയം തോന്നുന്നു. ആയിരിക്കും രണ്ടുപേരും അങ്ങനെ ആകുമ്പോ അവര് രണ്ടുപേരും ഒരു റൂമിലെങ്കിൽ രണ്ടുപേരും രണ്ടിടത്താണ്. അതെ, അവൻ കട്ടിലും 2 പിള്ളേരും അവളും തറയും. അതെന്താ അങ്ങനെ? എത്ര വർഷമായിട്ട് അങ്ങനെ താമസിക്കുന്നത്? അതിപ്പോ ഒരു 4-5 വർഷം കൊണ്ട് അങ്ങനെ ആയിരുന്നു. എന്ന് വെച്ചാൽ മദ്യവെച്ച് അവക്ക് പേടി, അവന്റെ അടുത്ത് കിടക്കാൻ പേടി. എന്ന് വെച്ചാൽ കഞ്ചാവും കൂടെ അടിക്കുന്നുണ്ട്. ഇനി അതുകൊണ്ട് സംശയിക്കാണോ ഈ ഒരുമിച്ച് കിടക്കാത്തോണ്ട്? ഇനി അല്ല ഈ ഞാൻ പറഞ്ഞില്ലേ, അടുത്ത ഇപ്പൊ 1.5 മാസം കൊണ്ട് ഈ പയ്യന്റെ കൂടെ ഉള്ള ഇതിലാണ് ഇപ്പൊ അവിടുത്തെ പ്രശ്നം.